ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലേലത്തിൽ ക്രമക്കേട് കണ്ടെത്തി. ഭക്തർ സമർപ്പിച്ച സാരികൾ ലേല വിലയിടാതെ വിൽപ്പന നടത്തിയെന്നതാണ് കണ്ടെത്തൽ. ഓഡിറ്റർ നടത്തിയ പരിശോധനയാണ് ഈ കണ്ടെത്തൽ. പ്രശാന്ത് കൃഷ്ണ, പ്രശാന്ത് വിവരങ്ങൾ. രതീഷ്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന സാരി, മുണ്ട് എന്നിവയെല്ലാം സാധാരണ വ്യാഴാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും എല്ലാം ലേലത്തിൽ വയ്ക്കാറുണ്ട്. ഈ ലേലത്തിൽ വയ്ക്കുമ്പോൾ ഈ ഭക്തർ സമർപ്പിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അടക്കമുള്ള ഭക്തർ വലിയ വിലയുള്ള 10,000-കണക്കിന് രൂപ വിലയുള്ള സാരിയൊക്കെയാണ് സമർപ്പിക്കുന്നത്. ഈ സാരിക്കെല്ലാം നിശ്ചിത ഒരു 30% ബേസ് വില കുറച്ച് ഒരു ബേസ് വില നിശ്ചയിച്ചാണ് ലേലത്തിൽ വയ്ക്കുന്നത്. പക്ഷേ ഈ ഓഡിറ്റർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇങ്ങനെ വില ഒന്നും നിശ്ചയിക്കാതെ ഇത് വിറ്റതായാണ് കണ്ടെത്തിയത്. അതായത് ഈ റെസിപ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ക്ഷേത്രം ഭരണസമിതിയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ തുളസി അടക്കം ഇങ്ങനെ ഇത്തരത്തിൽ സാരിയെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ രസീത് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അവിടെ വ്യാപകമായ ഇത്തരം ലേലത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രഷറർ എന്ന പദവി വഹിക്കുന്ന മുതൽപ്പടി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മുതൽപ്പടിയായ ശബരം ലക്ഷ്മി നാരായണൻ, അസിസ്റ്റന്റ് മുതൽപ്പടി കെ മോഹൻകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ രേഖകൾ കൂടുതലായി പരിശോധിച്ച് ഏതെല്ലാം രീതിയിലാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നത് പരിശോധിക്കാനും അവരുടെ വാദമടക്കം കേട്ട ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകാനുമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഭക്തർ സമർപ്പിച്ച സാരികളാണ് ലേല വിലയിടാതെ വിറ്റു, അല്ലെങ്കിൽ അവിടെ ചെറിയ തോതിൽ ക്രമക്കേട് നടന്നു എന്ന വിവരം വരുന്നത്. അടിസ്ഥാനത്തിൽ 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പ്രശാന്ത് കൃഷ്ണയാണ് ആ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.